കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിർത്താനൊരുങ്ങി വിതരണക്കാർ. കുടിശ്ശിക നൽകാത്ത പക്ഷം ഈ മാസം 10 മുതൽ മരുന്ന് നൽകില്ലെന്ന് വിതരണക്കാർ ആശുപത്രിയെ അറിയിച്ചു. 80 കോടിയിലേറെ രൂപയാണ് ഓൾ കേരള കെമിസ്റ്റ്സ് ഡ്രഗ്സ് അസോസിയേഷന് കീഴിലെ വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. ദൃശ്യ പുതിയടത്ത് ചേരുന്നു. ദൃശ്യ, വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതിന്റെ സൂചനയാണോ നൽകിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് മരുന്ന് വിതരണക്കാർ പറയുന്നത്? ധന്യ, നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കേണ്ടി വരും. കാരണം 9 മാസത്തെ കുടിശ്ശികയാണ് മരുന്ന് വിതരണ കമ്പനികൾക്ക് കൊടുക്കാനുള്ളത്. അതായത് 80 കോടിയിലേറെ രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മരുന്ന് വിതരണം ഉണ്ടാകില്ല. ഇത് പരിഹരിക്കാത്ത പക്ഷം മരുന്ന് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അസോസിയേഷൻ്റെ തീരുമാനം. ഈ മാസം 10 മുതൽ മരുന്ന് നൽകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അസോസിയേഷനിലെ ആളുകൾ മന്ത്രി റിയാസുമായി PA മുഹമ്മദ് റിയാസുമായി ചർച്ച നടത്താനുള്ള ഒരുക്കത്തിലാണ്. അതിനുശേഷമാകും, ഈ ചർച്ചയിലുള്ള തീരുമാനത്തിന് ശേഷമാകും മരുന്ന് വിതരണം തുടരുമോ അല്ലെങ്കിൽ നിർത്തിവെക്കുമോ, സമരത്തിലേക്ക് പോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അവർ കത്ത് നൽകിയിട്ടുണ്ട്. 9 മാസത്തെ കുടിശ്ശിക, അതായത് 80 കോടിയിലേറെ തുക, വലിയ കുടിശ്ശികയാണ്, വലിയ തുകയാണ് ഈ മരുന്ന് കമ്പനികൾക്ക് ഇവർ നൽകാനുള്ളത്. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷന്റെ കീഴിലെ 70ഓളം കമ്പനികൾക്കാണ് 80 കോടിയിലേറെ രൂപ നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ഇതുപോലെ തന്നെ മാർച്ച് മാസം ഏകദേശം ആ സമയത്തോടെ മരുന്ന് വിതരണം നിർത്തി സമരത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു വിതരണ കമ്പനിക്കാർ. എന്നാൽ ആ സമയത്ത് പ്രശ്നം പരിഹരിച്ച് ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാം, പണം തന്നു തീർക്കാം എന്നുള്ള നിലയിലാണ് തീരുമാനമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും മരുന്ന് വിതരണം തുടങ്ങിയത്. എന്നാൽ ആ ഒരു വാക്ക് പാലിച്ചില്ല. തങ്ങൾക്ക് ലഭിക്കേണ്ട കുടിശ്ശിക പണം ലഭിച്ചില്ല എന്ന് തന്നെയാണ്. ആ ഒരു സമയത്തേക്ക് 60 കോടിയിലേറെ രൂപ ആ ഒരു സമയം തന്നെ നൽകാനുണ്ടായിരുന്നു. ആ തുക പെട്ടെന്ന് തന്നെ കമ്പനികൾക്ക് നൽകും, വിതരണം തുടരണം എന്ന് പറഞ്ഞാണ് ആ സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്. എന്നാൽ പിന്നീട് പണം നൽകിയില്ല, കുടിശ്ശിക തീർത്തില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കാനുള്ള, മരുന്ന് വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് മരുന്ന് കമ്പനിക്കാർ. ധന്യ, നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെയാണ് ഈ ഡയാലിസിസ് ചികിത്സയൊക്കെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മരുന്ന് വിതരണം നിർത്തിയതുകൊണ്ട് ഇത്രയധികം കുടിശ്ശിക വരുത്തി എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ രോഗികൾ പ്രതിസന്ധിയിലാകാൻ പോകുന്നു. അതെങ്ങനെ തരണം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നോ ഇല്ലെങ്കിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ധന്യ, ഇതുവരെ പ്രതികരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർ മരുന്ന് വിതരണ കമ്പനി അസോസിയേഷന്റെ കീഴിലുള്ള ആൾക്കാർ മന്ത്രി PA മുഹമ്മദ് റിയാസുമായി ഒരു ചർച്ച നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ മന്ത്രിയെ കാണും. അതിനുശേഷമായിരിക്കും അവർ തങ്ങളുടെ ആവശ്യം മന്ത്രിയെ അറിയിക്കും. അതിനുശേഷമായിരിക്കും നമുക്ക് കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ലഭിക്കുക. എന്നാൽ ഇനി കുടിശ്ശിക നൽകാൻ ഇനിയും വൈകിയാൽ അവർ മരുന്ന് വിതരണം പൂർണ്ണമായും നിർത്തിവെക്കും. അത് വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. രോഗികളെ സംബന്ധിച്ചിടത്തോളം ന്യായവിലക്ക് മരുന്ന് ലഭിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഇല്ലാതാകും. ഇപ്പോൾ തന്നെ സർജിക്കൽ ഉപകരണങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മരുന്ന് വിതരണം കൂടി പൂർണ്ണമായും നിർത്തിവെച്ചാൽ ഏതവസ്ഥയിലേക്ക് പോകുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ധന്യ, പ്രധാനമായിട്ട് ഇപ്പം അവശ്യമരുന്നുകൾ നമുക്കറിയാം, ജീവൻ രക്ഷാ മരുന്ന് വേണം, ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുള്ള മരുന്നുകൾ വേണം. ഇതിന്റെയൊക്കെ ക്ഷാമം നേരത്തെ തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ് അവിടുത്തെ രോഗികളും ഡോക്ടർമാരും ഉൾപ്പെടെ. അപ്പം എങ്ങനെ ഇത് പരിഹരിക്കാം എന്നാണ് പറയുന്നത്? എത്ര കുടിശ്ശിക, ഒരു മിനിമം കുടിശ്ശിക നേരത്തെ സർക്കാർ ഇതിനു മുൻപ് ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ചെറിയ തുക അനുവദിച്ചിരുന്നു. അതുപോലെ മാനേജ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണോ നിലവിൽ? ധന്യ, കഴിഞ്ഞ തവണ ഇവർ സമരത്തിന് ഇറങ്ങുമ്പോൾ ഏകദേശം 75 കോടിയിലേറെ രൂപയായിരുന്നു ഇവർക്ക് നൽകാനുള്ളത്. ആ സമയം തന്നെ ഇത് ഗഡുക്കളായി തന്നു തീർക്കാമെന്നായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് ലഭിച്ച വാഗ്ദാനം. എന്നാൽ അത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. കുടിശ്ശികകളൊന്നും ഇതുവരെ തന്നു തീർത്തിട്ടില്ല. വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. നമുക്കറിയാം, 80 കോടിയിലേറെ രൂപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത്രയും മാസത്തിന് ശേഷം, ഈ 9 മാസത്തിന് ശേഷം തന്നെ ഇത്രയും രൂപ ഇവർക്ക് നൽകാനുണ്ടെങ്കിൽ അത് ഇതുവരെയായും ഇവർക്ക് കഴിഞ്ഞ തവണ
നൽകിയ വാക്ക് പാലിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അതായത് ഈ ജീവൻ രക്ഷാ മരുന്നുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവയടക്കം വിതരണം ചെയ്തതിനാണ് ഈ 80 കോടിയോളം രൂപ കുടിശ്ശികയുള്ളത്. ഇതൊക്കെ നിർത്തിവെച്ചാൽ ഒരു വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാകും കടന്നു പോവുക. കാരണം നമുക്കറിയാം, കുറച്ച് മാസങ്ങളായി തന്നെ ഇവിടെ സർജിക്കൽ ഉപകരണങ്ങളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും ഒക്കെ ഒരു കുറവ് നമ്മൾ വാർത്തകളിലൂടെ കാണുന്നതാണ്. അത് ഇതുവരെ സർക്കാരിന് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ ഈ മരുന്നിനും ഇങ്ങനെ ഒരു ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് അത് രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമം തന്നെയായിരിക്കും. കാരണം ന്യായവിലക്ക് മരുന്ന് വാങ്ങാൻ എത്തുന്ന അല്ലെങ്കിൽ അസുഖത്തിന് ചികിത്സിക്കാൻ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. വലിയ തിരിച്ചടിയാകുന്നതാണ്. അതായത് 8,000 രൂപയ്ക്ക് ആശുപത്രിയിൽ നിന്ന് നൽകിക്കൊണ്ടിരുന്ന ഈ ക്യാൻസർ മരുന്നുകളൊക്കെ 10-35,000 രൂപയ്ക്ക് പുറത്തു നിന്ന് വാങ്ങാൻ മാത്രം, അത് അഫോർഡ് ചെയ്യാൻ മാത്രമുള്ള ആളുകളല്ല മെഡിക്കൽ കോളേജിൽ എത്തുന്നത് എന്നുള്ളതാണ്. ഒരു രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് എത്തിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും വകുപ്പ് എന്നത് പ്രതീക്ഷിക്കാമോ നിലവിൽ? ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് എത്തിക്കില്ല എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു സമയം വരെ 9 മാസത്തിന് ശേഷമാണ് അവർ വീണ്ടും ഒരു സമരത്തിലേക്ക് ഇറങ്ങും, വിതരണം നിർത്തിവെക്കുമെന്ന് പറയുന്നത്. അതൊരു കാര്യമായി എടുത്തില്ല, ഗൗനിച്ചില്ല എന്ന് തന്നെയായിരിക്കും നമ്മൾ കരുതേണ്ടി വരിക. പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയൊരു പണം കൊടുത്ത്, വലിയ തുക കൊടുത്ത് മരുന്ന് വാങ്ങാൻ കഴിയാത്തവരാണ് മെഡിക്കൽ കോളേജിൽ വരുന്ന ആൾക്കാരിലേറെയും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായിരിക്കും. ഇപ്പോൾ മുഹമ്മദ് റിയാസുമായി ചർച്ച നടത്തിയതിന് ശേഷം മാത്രമേ മരുന്ന് വിതരണ കമ്പനിക്കാർ പൂർണ്ണമായി നമ്മളോട് പ്രതികരിക്കാൻ സാധിക്കും. അവരുടെ തീരുമാനം എങ്ങനെയായിരിക്കും, വലിയൊരു രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിയുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ധന്യ, ഏതൊക്കെ മരുന്നുകളാണ് പ്രധാനമായിട്ട് തടസ്സപ്പെടാൻ സാധ്യതയുള്ളത്? ഏതൊക്കെ വിഭാഗത്തെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത്? ധന്യ, ഈ പറഞ്ഞതുപോലെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റുകളിലുള്ള മരുന്നുകൾ തന്നെയായിരിക്കും പ്രധാനമായും. ഇങ്ങനെയുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ തന്നെയായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ സർജിക്കൽ ഉപകരണങ്ങളുടെ വിതരണം കൂടി നിർത്തിവെക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. അങ്ങനെ തന്നെയാണ് അവരുടെ അസോസിയേഷനിലുള്ള ആളുകൾ നമ്മളോട് പ്രതികരിച്ചത്. കാരണം ഇങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ തന്നെയായിരിക്കും ഇവരുടെ വിതരണം നിർത്തിവെക്കാൻ സാധ്യതയുള്ളത്. ധന്യ.